നമസ്കാരം. തുച്ഛമായ ബഡ്ജറ്റിൽ കിടിലൻ പടങ്ങൾ ചെയ്ത് ഇന്ന് ഇന്ത്യൻ സിനിമയെ നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളം ഇൻഡസ്ട്രിയും അതുപോലെ സാൻഡൽവുഡ് എന്ന് പറയുന്ന കന്നഡ ഇൻഡസ്ട്രി. കണ്ടന്റ് വൈസിൽ അവർ കിടിലൻ പടങ്ങൾ ചെയ്ത് മറ്റുള്ള ഇൻഡസ്ട്രിയിലുള്ള ആളുകളെല്ലാം തുടരെ നെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 വളരെ സൈലൻ്റായി വന്ന് തുച്ഛമായ ഒരു ബഡ്ജറ്റിൽ ഒരു പടം ഇറക്കി. ഋഷഭ് ഷെട്ടി സംവിധാനത്തിൽ കാന്താര. അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പിന്നെ കണ്ടത് ചരിത്രമായിരുന്നു. 400 കോടിയിൽ മേലെ കളക്ട് ചെയ്ത് കന്നഡ സിനിമയെ വേറൊരു തലത്തിലെത്തിച്ചു. ആ സിനിമയുടെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്ക് ആ വർഷത്തെ നാഷണൽ അവാർഡ് കിട്ടി. വളരെ നോർമലായ ഒരു സിനിമയായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ട് എനിക്ക് ഇതിൻ്റെ മുൻവിധികളോ അല്ലെങ്കിൽ റിവ്യൂസോ ഒന്നും കാണാതെ എന്തോ എൻ്റെ ഒരു തോന്നലിൻ്റെ പുറത്ത് പോയി കാണാൻ ഇടയായൊരു സിനിമയാണ് കാന്താര. അപ്പോൾ ആ സിനിമ കണ്ട് തുടങ്ങി കുറേ നേരം കഴിഞ്ഞപ്പോൾ നോർമൽ സ്റ്റോറി, ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുലിമുരുകനത്തേക്ക് കുറച്ച് സംഭവങ്ങളെല്ലാം കണ്ടുപോലെ നോർമലായി പോയിക്കൊണ്ടിരുന്നൊരു സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു 10 മിനിറ്റ് എന്താണ് ഋഷഭ് ഷെട്ടി ചെയ്തു വെച്ചിരിക്കുന്നത്? ആ ഒരു പെർഫോമൻസ്. കാരണം ദൈവം ഇല്ലേ, ആ വിശ്വാസപ്രകാരം ദൈവം കൂടിയ ഒരാളുടെ ആ ഒരു പെർഫോമൻസ് 10-15 മിനിറ്റോളം ഉള്ളൊരു പെർഫോമൻസിനാണ് ആ വർഷത്തെ നാഷണൽ അവാർഡ് ഋഷഭ് ഷെട്ടി തൂക്കിയത്. അമ്മാതിരി പെർഫോമൻസാണ്. കാരണം ഒരു സംവിധാനമായാലും ശരി, പെർഫോമൻസ് വൈസിലും ഗംഭീര പ്രകടനമാണ് ഋഷഭ് ഷെട്ടി കാഴ്ചവെച്ചത്. എന്തുകൊണ്ടും അർഹനായിരുന്നു ആ പടത്തിന് ഋഷഭ് ഷെട്ടിക്ക് ആ അവാർഡ് കിട്ടിയത്. ആ സിനിമയുടെ പ്രീക്വലാണ്. കാരണം കാന്താര അത് 1, 2 എന്നൊന്നുമല്ല, കാന്താരയുടെ പ്രീക്വലായിട്ട് ചാപ്റ്റർ 1 ആയിട്ടാണ് ഇന്ന് തിയേറ്ററിൽ റിലീസായിരിക്കുന്ന കാന്താര ചാപ്റ്റർ 1. അപ്പോൾ ആ സിനിമയിൽ ഒരു 10 മിനിറ്റാണ് ചെയ്തു വെച്ചിരുന്നെങ്കിൽ അതിൽ കൂടുതൽ ഒരുപാട് സംഭവങ്ങൾ കിടിലനായി ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഋഷഭ് ഷെട്ടി. മലയാളത്തിലും തമിഴിലും പാൻ ഇന്ത്യൻ മൂവിയായിട്ട് ഇറക്കിയിട്ടുള്ള ഈ സിനിമ ഞാൻ മലയാളത്തിലാണ് കണ്ടത്. ഇതിൽ നമ്മുടെ ജയറാമേട്ടൻ പടത്തിൽ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഹീറോയിൻ്റെ പേര് അറിയില്ല, നോക്കിയിട്ടില്ല, കണ്ടു വന്നതിൻ്റെ അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഏതായാലും ഇതൊരു തിയേറ്റർ വാച്ച് എന്ന് പറയുന്നതിൽ ഒരു സംശയം വേണ്ട. ഇത് ഗംഭീര തിയേറ്റർ വാച്ചാണ്. ആ വരാഹ രൂപം എന്നുള്ള അതിൻ്റെ ആ സ്കോറിങ് സ്റ്റാർട്ടിങ്ങിലൊന്നും ഇടയിലൊന്നും കാണിക്കുന്നില്ല, ക്ലൈമാക്സിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മേക്കിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രാഫിക്സ് ആണെങ്കിലും VFX വർക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് രസമായിട്ടാണ്. കാരണം ഓരോ ആനിമലും പിന്നെ അതിനൊക്കെ എടുത്തിരിക്കുന്നത് ഇത്രയും ക്വാളിറ്റിയിൽ അവർ ഇങ്ങനെ ഒരു VFX ചെയ്തിട്ട് പടം ഇറക്കിയതിൽ നെട്ടിച്ചു കാണുന്നു. ഇത് ഈ വർഷത്തെ ഒരു ഗംഭീര ഹിറ്റായി മാറുന്നതിൽ ഒരു സംശയം വേണ്ട. ഇത് ഷുവർ ഷോട്ട് ഹിറ്റാണ്. ജനങ്ങൾ അതിൽ 1നേക്കാളും കൂടുതൽ ഇത് ഹിറ്റാവുന്നുള്ളത് ഉറപ്പാണ്. അത്രയും നന്നായിട്ട് എനിക്ക് ഇഷ്ടമായി. എനിക്കെന്നല്ല, നല്ല റിവ്യൂസാണ് ഓൾമോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീര പടം. ടെക്നിക്കൽ വൈസ് ആണെങ്കിൽ ശരി, അതിൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിൽ ശരി, സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും നല്ല കഥയാണ്, നല്ല മേക്കിംഗ് ആണ്. എല്ലാം കൊണ്ടും ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് പടം തന്നെയാണ് കാന്താര ചാപ്റ്റർ 1. ഇതിനും ചാപ്റ്റർ 2 വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ എൻഡ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും ഗംഭീര പടം. കന്നഡ മൂവി വീണ്ടും അടുത്ത തലത്തിലോട്ട് മാറട്ടെ. ഹോംബാലെ മൂവീസാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഗംഭീര പടം, മസ്റ്റ് തിയേറ്റർ വാച്ച്. താങ്ക് യു. അടുത്ത വീഡിയോ. ബൈ.